തൗഹീദ് എന്താണെന്ന് മനസ്സിലാകുമ്പോഴേ ഞാൻ ആർക്കെങ്ങനെ ആരാധിക്കണമെന്നതിനെ സംബന്ധിച്ച് മനുഷ്യന്റെ മനസ്സിലൊരു രൂപമുണ്ടാകുന്നുള്ളൂ. ഇന്ന് നാം തൗഹീദ് അംഗീകരിക്കുന്നു, നമ്മിൽ പല ആളുകളും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം സൂക്ഷ്മമായി മനസ്സിലാക്കിയിട്ടില്ല. ലാ ഇലാഹ, യാതൊരു ആരാധ്യനുമില്ല, ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ. ആരാധ്യനായി അല്ലാഹു മാത്രമേ ഉള്ളൂ. ഇവിടെ അല്ലാഹു എന്ന ഒരു ശക്തിയുണ്ടെന്ന് സ്ഥാപിക്കുകയല്ല. പ്രവാചകന്മാർക്ക് മുഴുവനും നേരിടേണ്ടി വന്നിരുന്നത് ദൈവനിഷേധികളായ, ലോകത്തിനൊരു ദൈവമില്ല, ഒരാരാധ്യനില്ല എന്ന സമൂഹത്തിനെയല്ല, അല്ലെങ്കിൽ അങ്ങനെ വാദിക്കുന്ന സമൂഹത്തിനെയായിരുന്നില്ല. മറിച്ച് ധാരാളം ആരാധ്യ വസ്തുക്കൾ അംഗീകരിക്കുന്നവരെയായിരുന്നു. അതുകൊണ്ടാണ് മുഴുവൻ പ്രവാചകന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ടി വന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവനിഷേധിയോടല്ല പറയുന്നത്, മറിച്ച് അള്ളാഹുവിനെ അംഗീകരിച്ച്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പലതിനെയും അംഗീകരിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്നവനോട് തന്നെ. പക്ഷേ അള്ളാഹു അല്ലാത്ത മറ്റു പലതിനെയും അവർ ആരാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനോട് പറയുകയാണ് ലാ ഇലാഹ, യാതൊരു ആരാധ്യനുമില്ല തന്നെ. അവന്റെ മനസ്സിൽ വെച്ച് പുലർത്തുന്ന നൂറുകണക്കിനെങ്കിൽ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ദൈവങ്ങളെ തുടച്ചു മാറ്റിയതിനു ശേഷം ആ കളങ്കരഹിതമായ ഹൃദയത്തിൽ നട്ടുകൊടുക്കുന്നു ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ. അപ്പോൾ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളൊന്നും ദൈവങ്ങളല്ല, അഥവാ ദൈവങ്ങളൊന്നും ആരാധനക്കർഹതയുള്ളവയല്ല. യഥാർത്ഥത്തിൽ ആരാധനക്കർഹതയുള്ള ദൈവം ലോകത്തിലൊന്ന് മാത്രമേ ഉള്ളൂ, അതത്രേ സർവശക്തനായ അല്ലാഹു. ഈ തത്വം അംഗീകരിക്കാനായിരുന്നു പ്രവാചകന്മാര് പാടുപെട്ടത്. 950ഓളം കൊല്ലം പരിശുദ്ധ തൗഹീദിലേക്ക്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച നബിയുല്ലാഹി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവൻ അവസാനം നിരാശനായി പടച്ച തമ്പുരാനോട് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. നാഥാ, ഈ ഭൂമുഖത്ത് ഈ കാഫിറുകളുടെ ഒരു നുറുമ്പ് പോലും നീ അവശേഷിപ്പിക്കല്ല നാഥാ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അവസാനമായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവുകളിൽ നിന്ന് അടർന്നു വീണത്. അങ്ങനെ പ്രവാചകന്മാരഖിലവും അവരുടെ സമൂഹത്തിനെ ക്ഷണിച്ചിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കായിരുന്നു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന തത്വത്തിലേക്ക്. ഈ തത്വം തന്നെയാണ് അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇവിടെ പറഞ്ഞത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച മഹാന്മാരായ സഹാബികൾ അത് കൃത്യമായി നബിയിൽ നിന്നും മനസ്സിലാക്കി. യാതൊരു ആരാധനയും അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ചെയ്യുകയില്ല എന്ന തീരുമാനം അവർ മനസ്സുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നടപ്പിലാക്കി. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം നമ്മുടെ ജന്മശത്രുവാകുന്ന ഇബ്ലീസ് വെറുതെ ഇരുന്നില്ല. ഈ സമൂഹത്തിൽ ഏതെങ്കിലും വിധത്തിൽ ആ കലിമത്ത് തൗഹീദിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും കടത്തിക്കൂട്ടാൻ വേണ്ടി അവൻ ഭഗീരഥ യത്നം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പലപ്പോഴും അവൻ വിജയിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളുകൾ തന്നെ ആ തത്വത്തിനെതിരിൽ നീങ്ങാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. എന്നാൽ ആരാധന എന്നാൽ എന്ത്, ഏതെല്ലാം ആരാധനയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള സംശയമാണ് മനുഷ്യന്റെ മനസ്സിൽ അവൻ സൃഷ്ടിച്ചത്. നിങ്ങൾ കേട്ടു, ആരാധനയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം, അദ്ദുആഉ ഹുവൽ ഇബാദ. അദ്ദുആഉ പ്രാർത്ഥന, ഹുവൽ ഇബാദ അതാണ് ആരാധന. ആരാധന എന്ന് പറയണമെങ്കിൽ അതിൽ പ്രാർത്ഥനയുണ്ടായിരിക്കണം. ഈ പ്രാർത്ഥന ആരാധനയാണ്.
അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ ചെയ്യാവൂ. പ്രാർത്ഥന ഒതുങ്ങുന്ന വിനയ വണക്കങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യാവൂ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പ്രാർത്ഥനയൊതുങ്ങുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ചെയ്താൽ അപ്പോഴവിടെ ശിർക്ക് സംഭവിച്ചു. അപ്പോഴ് ഒരാള് അള്ളാഹു അല്ലാത്ത ആളോട് സഹായത്തിന് അപേക്ഷിച്ചു. എങ്ങനെ? അഭൗതിക മാർഗത്തിലൂടെ, കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ സഹായത്തിന് അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ സത്യത്തിൽ അവന് ശിർക്ക് സംഭവിച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചു പോകുന്നത് മനുഷ്യർ? അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ട്. അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അംഗീകരിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നത്. അതാണ് ഷാഹി വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞത്, അശ്ശിർകു അൻ യുസ്ബിത ലിഗൈരില്ലാഹി സുബ്ഹാനഹു വതആല ശൈഅൻ മിൻ സിഫാത്തിഹിൽ മുഖ്തസത്തി ബിഹി എന്ന്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിന് മാത്രം ബന്ധപ്പെട്ട വിശേഷണങ്ങൾ അംഗീകരിക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നതെന്ന്. ഇത് നാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ വളരെ സത്യമായി നമുക്ക് അനുഭവപ്പെടും.